ഹലോ മദ്രാസ് ഗേൾ. ഹലോ. കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. അതാണ് മദ്രാസ് ഗേൾ. Come on, follow me. Come on. എന്റെ ലോക്കറും തുറന്നു തരണം. ഓക്കെ. കീ എവിടെ? കീ ഉണ്ടെങ്കിൽ എനിക്ക് നിന്റെ ആവശ്യമില്ലല്ലോ. Come on, തുറന്നേ. എനിക്കറിയില്ല. സുന്ദരിയായ ഒരു പെൺകുട്ടി കളവ് പറയാൻ ഞാൻ കരുതിയില്ല. Come on, please help me. ഓക്കെ, ഷോ മീ. വണ്ടർഫുൾ. ഏത് ലോക്കറുകൾ തുറക്കാനും നിനക്ക് കഴിയും. ഇതുപോലുള്ള 3 ലോക്കറുകൾ കൂടിയുണ്ട്. എവിടെ? ഇവിടല്ല, സിറ്റി ബാങ്കിൽ. ബാങ്ക് മോഷണം എന്റെ തൊഴിലല്ല. ഐ എം സോറി. കാറ് മോഷണത്തെക്കാൾ നല്ല തൊഴില. അതെന്റെ ഇഷ്ടം. ഞാൻ പറഞ്ഞ കാര്യം ചെയ്താൽ നീ ഇവിടെ ജീവനോട് പോവില്ല. മിസ്റ്റർ, എനിക്ക് എന്റെ ജീവനിൽ വലിയ കൊതിയൊന്നുമില്ല. റിയലി? കൺഗ്രാറ്റുലേഷൻസ് മൈ ഡിയർ മദ്രാസ് ഗേൾ. ലാൽ, ആളറിഞ്ഞ് പെരുമാറണം എന്നുള്ള കാര്യം ഇനിയും നിനക്ക് ഞാൻ പറഞ്ഞു തരണം, അല്ലേ? സോറി ഡാഡ്. ആ പറഞ്ഞത് അവളോട് പറയൂ. സോറി. മദ്രാസ് ഗേൾ, ലാൽ പറഞ്ഞ കാര്യത്തെപ്പറ്റി എന്തു പറയുന്നു? ഞാനത് പറഞ്ഞു കഴിഞ്ഞു. ബാങ്ക് ലോക്കറുകൾ ഓപ്പൺ ചെയ്തു തന്നാൽ നിനക്ക് ജീവിതകാലം മുഴുവൻ കഴിയുവാനുള്ള പണം ഞാൻ തരാം. എന്തു പറയുന്നു? എനിക്ക് അത്രയും പണം ഒന്നിച്ചാവശ്യമില്ല. ലുക്ക്, നീ ഇപ്പോൾ തന്നെ പോലീസിന്റെ നോട്ടപ്പുള്ളിയായി കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ വലയിൽ വീണാൽ ലോക്കപ്പ്, ജയിൽ. കാർ മോഷണം നിർത്തൂ. ഒരൊറ്റ രാത്രി കൊണ്ട് 50 ലക്ഷം രൂപ പ്രതിഫലം. എന്തു പറയുന്നു? ഞാൻ ആലോചിച്ച് പറയാം. ടേക്ക് യുവർ ഓൺ ടൈം. സമ്മതമാണെങ്കിൽ വിവരം ലാലിനെ അറിയിക്കൂ. ഓക്കെ. സംസാരിക്കുന്ന ആളെ നേരിട്ടൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. നീ ഇനിയും ഇവിടെ വരികയാണെങ്കിൽ നേരിൽ കാണാം. യു ക്യാൻ ഗോ നൗ.
തന്നെ ചേട്ടാ, എനിക്കൊരു സംശയമില്ല. എത്ര വർഷം കഴിഞ്ഞാലും അയാളുടെ രൂപം എന്റെ മനസ്സിൽ നിന്നും മായില്ല. അവനെ ഞാൻ ചേട്ടനോടൊരു വാക്ക് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി വന്നതാണ്. ഏതായാലും നീ ഒറ്റയ്ക്ക് പോകണ്ട, പിന്നെ ഞാനും വരാം. ചേട്ടാ, മരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് മരിക്കാം. നീ കാണേണ്ടവനെ കണ്ടെത്താം, പക്ഷെ എനിക്ക് കണ്ടെത്താനായില്ല. ഇവനെ കണ്ടെത്തുന്നവരെ ഞാൻ മരിക്കില്ല. ചേട്ടാ, ഇവനെ ഞാൻ അറിയും. ലാൽ, ഇവന്റെ അച്ഛനാണ് ഞാൻ തേടിയിരുന്ന ആൾ. എവിടെയാണവൻ? എനിക്കറിയാം, വരൂ. എനിക്കറിയാമായിരുന്നു നീ വരുമെന്ന്. അപ്പോൾ നീ സിറ്റി ബാങ്ക് ഓപ്പറേഷൻ റെഡിയാണല്ലോ? അതെ. താങ്ക് യു വെരി മച്ച്. പക്ഷെ ഞാൻ ഏൽപ്പിക്കുന്ന ജോലി ഭംഗിയായി ചെയ്തു തരണം. ഞാൻ അങ്ങനെ ചെയ്യാറാണ് പതിവ്. അറിയാം, പക്ഷേ ആ പതിവ് തെറ്റിക്കൊടുന്നില്ലല്ലോ, പ്രത്യേകിച്ചും പുതിയ ചേട്ടനെ കിട്ടിയ സമയത്ത്. മനസ്സിലായില്ല. മനസ്സിലാകാത്തത് മനസ്സിലാക്കി തരാം. വിഷമിക്കണ്ട, നീ നിന്റെ ജോലി ഭംഗിയായി ചെയ്തു തന്നാൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നിന്റെ അമ്മയെ തിരിച്ചുതരും. ഇല്ലെങ്കിൽ തിരിച്ചുതരാം, പക്ഷേ ജീവൻ ഉണ്ടാകില്ല. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ പ്ലാൻ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. നൗ യു ക്യാൻ ഗോ. രക്ഷിക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അവരുടെ നിർദ്ദേശപ്രകാരം ബാങ്ക് കൊള്ള ചെയ്യുക. ബാങ്ക് കൊള്ള ചെയ്യുക അല്ലാതെ വേറെ മാർഗമില്ലല്ലോ. ഒരൊറ്റ മാർഗമേ ഇപ്പൊ എന്റെ മുമ്പിലുള്ളൂ. നിന്നെ അറസ്റ്റ് ചെയ്ത് അകത്താക്കുക. ഇക്കാര്യം ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? പിന്നെ ഞാൻ എങ്ങനെ എന്റെ അമ്മയെ രക്ഷിക്കും? അതിനോട് നിയമമുണ്ട്. എനിക്ക് എന്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കുന്നതാണ് നിയമം. അതിനുവേണ്ടി ഞാൻ എന്റെ ജീവൻ വരെ കൊടുക്കും. എടോ, താനൊരു ഹിമാലയൻ ഫൂളാണല്ലോ. ഇത്രയൊക്കെ ആയിട്ടും ബുദ്ധി വിവരില്ലെന്ന് പറഞ്ഞ വെരി ബാഡ്. ഞാൻ എന്ത് ചെയ്യണം? എടോ, കയ്യിൽ കിട്ടിയ കനകാവസരം കളഞ്ഞു കുളിക്കാതെ സുരേഷിന്റെയും സരിതയുടെയും കൂടെ നിന്നാൽ സിറ്റിയിലെ കുപ്രസിദ്ധരായ കൊള്ളക്കാരെ നിനക്ക് വലയിലാക്കാം. അവര് ബാങ്ക് കൊള്ളയടിക്കാനല്ലേ പോകുന്നത്. ബാങ്ക് കൊള്ളയടിക്കാതെ നോക്കേണ്ടത് നിന്റെ ചുമതല, മറ്റൊരു പിടിക്കേണ്ടതും നിന്റെ ചുമതല. ഇത് രണ്ടും ചെയ്യാതെ താൻ എങ്ങനെയോ ഐജി ആവുന്നത്? എടോ മരങ്ങോട, ഒരു പോലീസുകാരന്റെ ബുദ്ധി ഉപയോഗിക്കുക. Go and take action. അപ്പോൾ പിള്ളച്ചേട്ടനിൽ നിന്നും ഒരു തരത്തിലുള്ള സഹായവും കിട്ടില്ല അല്ലേ? ഇല്ല, നമുക്ക് നമ്മുടെ വഴി നോക്കാം. എങ്കിൽ ബാങ്ക് കൊള്ള ചെയ്യാൻ തീരുമാനിച്ച സമയത്തിന് മുൻപേ അവരെ കയറി ആക്രമിക്കണം. ഞാൻ ലാലുള്ള അടുത്തേക്ക് പോകാം. അവന്റെ അച്ഛനെ നീ എങ്ങനെ കണ്ടുപിടിക്കും? അതിന്റെ പ്ലാനൊക്കെ എന്റെ മനസ്സിലുണ്ട്. കമോൺ.
മിസ്റ്റർ ജോൺസൺ, എന്നെ അറിയൂ? മെഡ്രാസ് ഗേൾ ആകുന്നതിന് മുൻപേ നീ എന്നെ അറിയും. ഓർത്തു നോക്ക്.